നമസ്കാരം. സിനിമാ മേഖലയിൽ വരണമെന്നുള്ളത് കുട്ടിക്കാലം മുതലെയുള്ള ആഗ്രഹമായിരുന്നുവെന്ന് നടിയും ടെലിവിഷൻ അവതാരകയുമായ ആര്യ ബെഡായി. ഒരിക്കലും ഒരു കൊമഡിയനായി വരുമെന്ന് കരുതിയിരുന്നില്ല. കാരണം എനിക്ക് കോമഡിയുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എനിക്ക് മാത്രമല്ല, എന്റെ വീട്ടുകാർക്ക് പോലും അങ്ങനെ ഒരു പശ്ചാത്തലമില്ല എന്നും ആര്യ പറയുന്നു. മൂവി വേൾഡ് മീഡിയയ്ക്ക് അനുവദിച്ച ഒരു പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇത്തരമൊരു മേഖലകളിലേക്ക് എത്തിയത്. ഇത്തരമൊരു ഇമേജിലേക്ക് എത്തിയത്. തീർച്ചയായും മുഖ്യധാര നടിയാകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ചെറുതിലെ മുതൽ സ്വപ്നം കാണുന്നത് അതാണ്. ഭാവിയിലെ ശോഭനയും മഞ്ജു വാര്യരും ഞാൻ തന്നെ എന്നായിരുന്നു എന്റെ സ്വപ്നം. കുഞ്ഞായിരിക്കുമ്പോൾ അങ്ങനെയാകുമല്ലോ. നമ്മൾ കണ്ടുവളരുന്ന നായികമാരുടെ സ്ഥാനത്തായിരിക്കുമല്ലോ ഭാവിയിലെ നമ്മൾ കാണുക. ലാലേട്ടന്റെ നായികയാകുന്നു, മമ്മൂട്ടിയുടെ നായികയാകുന്നു എന്നതൊക്കെയായിരുന്നു അന്നത്തെ എന്റെ ആഗ്രഹം. അതുവരെയൊക്കെ എത്തിയില്ലെങ്കിൽ ഇവരോടൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വലിയ ഭാഗ്യമാണ്. 5ലും 6ലുമൊക്കെ പഠിക്കുമ്പോൾ ആലോചിക്കുന്നതാണ് ഇത്തരത്തിൽ വലിയ നായിക ആകണമെന്നുള്ളത്. പക്ഷെ അതിനുവേണ്ടി ഞാൻ എഫർട്ട് ഇട്ടിട്ടുമില്ല. പക്ഷെ അത് സംഭവിച്ചു. അതിൽ വലിയ നന്ദിയുണ്ടെന്നും ആര്യ പറയുന്നു. തുടർച്ചയായി സിനിമ ലഭിക്കാത്തതിൽ വിഷമമുള്ള ആൾ കൂടിയാണ് ഞാൻ. നമ്മളെയൊക്കെ ആരും വിളിക്കാത്തത് എന്താണ് എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടാലന്റിനേക്കാളൊക്കെ പ്രാധാന്യം ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എന്നിവയ്ക്കൊക്കെയാണ്. ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ കൂടുതലും സൗഹൃദ വലയങ്ങളിൽ ഉണ്ടാകുന്ന സിനിമകളാണ്. നല്ല നല്ല ഹിറ്റ് സിനിമകൾ എടുത്തു നോക്കിയാൽ നമുക്ക് അത് മനസ്സിലാകും. അത് തെറ്റാണെന്ന് പറയുകയല്ല, അവരുടെ ഒരു കംഫർട്ട് സോൺ ആയിരിക്കും. ഞാൻ ബേസിക്കലി സിനിമയിലെ അങ്ങനെയുള്ള ഒരു സൗഹൃദ വലയത്തിലെയും ആളല്ല. എനിക്ക് സിനിമയിൽ വളരെ അടുത്ത നല്ല സുഹൃത്തുക്കളുമുണ്ട്. ബെഡായി ബംഗ്ലാവിലൂടെ കിട്ടിയ സുഹൃത്തുക്കളൊക്കെയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു സൗഹൃദ വലയത്തിന്റെ ഭാഗം അല്ല ഞാൻ. മഞ്ജു, ആര്യ, ശോഭന, ലാലേട്ടന്റെ നായികയാകുന്നു, മമ്മൂട്ടിയുടെ നായികയാകുന്നു എന്നതൊക്കെയായിരുന്നു അന്നത്തെ എന്റെ ആഗ്രഹം. അവരുടെയൊക്കെ എത്തിയില്ലെങ്കിൽ ഇവരോടൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വലിയ ഭാഗ്യമാണ്. തീർത്തും ഒരു ഭാഗ്യമില്ലെന്ന് പറയില്ല. കുഞ്ഞിരാമായണത്തിലെ മല്ലികയൊക്കെ എത്ര കാലം കഴിഞ്ഞാലും ആളുകൾ മറക്കില്ല. അതുപോലെ പുണ്യാളനിലെ ഗോൾഡ് ചെയ്ത കഥാപാത്രമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ളവയാണ്. മനസ്സില്ലാ മനസ്സോടെ ചെയ്ത ഒരു വേഷവുമില്ല. ആ കഥാപാത്രമൊക്കെ എന്തെങ്കിലും തരത്തിലായി എവിടെയൊക്കെയോ ശ്രദ്ധിക്കപ്പെട്ടിട്ടുമുണ്ട്. തോപ്പിൽ ജോപ്പൻ എന്ന സിനിമയിൽ ഒരേ ഒരു സീനാണുള്ളത്. മമ്മൂട്ടിയോടൊപ്പമുള്ള ആ സീൻ ഏറെ വൈറലായി. അതെല്ലാം ഒരു ഭാഗ്യമാണെന്നും ആര്യ കൂട്ടിച്ചേർത്തു.